ഓക്കെ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മളിന്ന് ഇല്യൂസ്ട്രേഷൻ 16 അതുപോലെ ഇല്യൂസ്ട്രേഷൻ 17 എന്നുള്ള രണ്ട് ഇല്യൂസ്ട്രേഷൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് പറയുന്നത്. ഇല്യൂസ്ട്രേഷൻ 16 നോക്കുക. എ കോൺട്രാക്ടർ അണ്ടർടേക്സ് ടു സപ്ലൈ ഡീസൽ എൻജിൻ ടു ട്രക്ക് മാനുഫാക്ചറർ അറ്റ് ദ റേറ്റ് ഓഫ് 25 per day. There is a clause in the contract penalizing him ₹20 per engine per day late for missing the scheduled delivery date. He finds that the cost of holding a complete engine in stock is ₹32 per month. His production process is such that each month he starts a batch of engines through the shops, and all these engines are available for delivery any time after the end of the month. What should his inventory level be at the beginning of each month? അതായത് ഇതിലെന്താ പറഞ്ഞത്? എ കോൺട്രാക്ടർ അണ്ടർടേക്സ് ടു സപ്ലൈ ഡീസൽ എൻജിൻ ടു എ ട്രക്ക് മാനുഫാക്ചറർ അറ്റ് ദ റേറ്റ് ഓഫ് 25 per day. അതായത് ഒരു ദിവസം 25 രൂപ വെച്ചിട്ട് ഒരു കോൺട്രാക്ടർ ഒരു ട്രക്ക് മാനുഫാക്ചറർക്ക് ഡീസൽ എൻജിൻ സപ്ലൈ ചെയ്യാമെന്നുള്ളൊരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തു. ദർ ഈസ് എ ക്ലോസ് ഇൻ ദ കോൺട്രാക്ട് പെനലൈസിങ് ഹിം ₹20 per engine per day ലേറ്റ് ഫോർ മിസ്സിംഗ് ദ ഷെഡ്യൂൾഡ് ഡെലിവറി ഡേറ്റ്. അതായത് ഡെലിവറി ഡേറ്റ് മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് മിസ് ചെയ്യുക എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ₹20 per engine, ഒരു എൻജിൻ്റെ മുകളിൽ 20 രൂപ വെച്ചിട്ട് എന്ത് ചെയ്യും, ക്ലോസ് കോൺട്രാക്റ്റിൽ വെച്ചിട്ടുണ്ട് മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഷോർട്ടേജ് കോസ്റ്റ് എന്ന രീതിയിൽ 20 രൂപ വെച്ചിട്ടുണ്ട് അർത്ഥം. അതായത് ഷോർട്ടേജ് എന്ന് പറഞ്ഞാൽ ഇൻവെൻ്ററി ഇല്ലാതെ വരുന്ന സന്ദർഭം, ഡിമാൻഡിനനുസരിച്ച് ഇപ്പോൾ ട്രക്ക് മാനുഫാക്ചറിൻ്റെ ഡിമാൻഡിനനുസരിച്ച് ഡീസൽ എൻജിൻ കൊടുക്കാൻ കഴിയാതെ വരികയാണെന്നുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള സന്ദർഭം വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ₹20 എന്നുള്ളത് ഒരു 20 രൂപ വെച്ചിട്ട് ഒരു പർട്ടിക്കുലർ എൻജിന് എന്ത് ചെയ്തിട്ടുണ്ട്, മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഡെലിവറി ഡേറ്റിൽ ഡെലിവർ ചെയ്യുന്നത് മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മിസ്സാവുകയോ മറ്റോ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പെനാലിറ്റി ആയിട്ട് ഒരു ക്ലോസ് കോൺട്രാക്റ്റിൽ വെച്ചിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ഷോർട്ടേജ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഷോർട്ടേജ് ഉണ്ടാകുന്ന സമയത്ത് ഈ ഷോർട്ടേജ് കവർ ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റാണ് ഈ ₹20 എന്ന് പറയുന്നത്. അപ്പോൾ ട്രക്ക് മാനുഫാക്ചറിൻ്റെ ഡിമാൻഡ് മീറ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും രീതിയിലുള്ള വീഴ്ച കോൺട്രാക്ടർക്ക് വരികയാണെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ അതായത് അതിൽ ഡീസൽ എൻജിൻ സപ്ലൈ ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ വരികയാണെങ്കിൽ അതിൻ്റെ പെനാൽറ്റിയുടെ ഭാഗമായിട്ട് ₹20 per engine per day ഡെലിവറി ഡേറ്റിൽ, ഷെഡ്യൂൾഡ് ഡെലിവറി ഡേറ്റിൽ മിസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ലേറ്റ് ആവുന്നതിൻ്റെ ഭാഗമായിട്ട് പെനാൽറ്റി ആയിട്ട് വെച്ചിട്ടുണ്ട്. അതാണ് ഷോർട്ടേജ് കോസ്റ്റ് എന്ന് പറയുന്നത്. He finds that the cost of holding a complete engine in stock is ₹32 per month. സ്റ്റോക്കായിട്ട് എൻജിൻ ഹോൾഡ് ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റ് എന്നുള്ളത് ഒരു മാസത്തിൽ 32 രൂപയാണ്. ഹിസ് പ്രൊഡക്ഷൻ പ്രോസസ് ഈസ് സച്ച് ദാറ്റ് ഈച്ച് മന്ത് ഹീ സ്റ്റാർട്ട്സ് എ ബാച്ച് ഓഫ് എൻജിൻസ് ത്രൂ ദ ഷോപ്സ്. ഓരോ മാസവും ഒരു ബാച്ച് ഓഫ് എൻജിൻ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് ആൾ ദീസ് എൻജിൻസ് ആർ അവൈലബിൾ ഫോർ ഡെലിവറി അറ്റ് എനി ടൈം ആഫ്റ്റർ ദ എൻഡ് ഓഫ് ദ മന്ത് അവസാനത്തിനുള്ളിൽ, അതായത് ആ മാസം അവസാനത്തിനുള്ളിൽ ഏത് സമയത്തും ഈ എൻജിൻസ് എല്ലാം അവൈലബിൾ ആയിട്ട് ഡെലിവറിക്ക് അനുവദനീയമാണ്. വാട്ട് ഷുഡ് ഹിസ് ഇൻവെൻ്ററി ലെവൽ ബി അറ്റ് ദ ബിഗിനിങ് ഓഫ് ഈച്ച് മന്ത്. ഓരോ മാസത്തിൻ്റെയും തുടക്കത്തിൽ അദ്ദേഹത്തിൻ്റെ ഇൻവെൻ്ററി ലെവൽ എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് നമ്മളോട് പറയുന്നത്. അതായത് എന്താ ക്വസ്റ്റ്യനിൽ പറയുന്നത്? എ കോൺട്രാക്ടർ അണ്ടർടേക്സ് ടു സപ്ലൈ ഡീസൽ എൻജിൻ ടു ട്രക്ക് മാനുഫാക്ചറർ അറ്റ് ദ റേറ്റ് ഓഫ് 25 per day. അതായത് ഒരു കോൺട്രാക്ടർ ട്രക്ക് മാനുഫാക്ചറർക്ക് ഡീസൽ എൻജിൻ സപ്ലൈ ചെയ്യാൻ 25 രൂപ റേറ്റിൽ വെച്ചിട്ട് സപ്ലൈ ചെയ്യാൻ എഗ്രി ചെയ്തു. ദർ ഈസ് എ ക്ലോസ് ഇൻ ദ കോൺട്രാക്ട് പെനലൈസിങ് ഹിം ₹20 per engine per day ലേറ്റ് ഫോർ മിസ്സിംഗ് ദ ഷെഡ്യൂൾഡ് ഡെലിവറി ഡേറ്റ്. ഷെഡ്യൂൾഡ് ഡെലിവറി ഡേറ്റിൽ എൻജിൻ കൊടുക്കാൻ സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ, അപ്പോൾ അതിൻ്റെ ഷോർട്ടേജ് സംഭവിക്കുകയാണെങ്കിൽ പിന്നെ കൊടുക്കുന്ന സമയത്ത് പെനാൽറ്റി ആയിട്ട് 20 രൂപയാണ്, 20 രൂപയ്ക്കായിരിക്കും കൊടുക്കുക എന്നർത്ഥം. അതായത് പെനാൽറ്റി ആയിട്ട് ₹20 ആണ് വരിക. ഹി ഫൈൻസ് ദാറ്റ് ദ കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ് എ കംപ്ലീറ്റ് എൻജിൻ ഇൻ സ്റ്റോക്ക് ഈസ് ₹32 per month. ഒരു മാസത്തിൽ 32 രൂപയാണ് എന്ത് വരുന്നത്, കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ് എ കംപ്ലീറ്റ് എൻജിൻ, ഒരു കംപ്ലീറ്റ് എൻജിൻ ഹോൾഡ് ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത്. ഹിസ് പ്രൊഡക്ഷൻ പ്രോസസ് ഈസ് സച്ച് ദാറ്റ് ഈച്ച് മന്ത് ഹീ സ്റ്റാർട്ട്സ് എ ബാച്ച് ഓഫ് എൻജിൻസ് ത്രൂ ദ ഷോപ്സ് ആൻഡ് ആൾ ദീസ് എൻജിൻസ് ആർ അവൈലബിൾ ഫോർ ഡെലിവറി എനി ടൈം ആഫ്റ്റർ ദ എൻഡ് ഓഫ് ദ മന്ത്. അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഓരോ മാസത്തിലും ഒരു ബാച്ച് ഓഫ് എൻജിൻ സ്റ്റാർട്ട് ചെയ്യുകയും എന്നിട്ട് അത് ഷോപ്പിലേക്ക് പ്രൊവൈഡ് ചെയ്യുകയും ആൻഡ് ആൾ ദീസ് എൻജിൻസ് ആർ അവൈലബിൾ ഫോർ ഡെലിവറി എനി ടൈം ആഫ്റ്റർ ദ എൻഡ് ഓഫ് ദ മന്ത് അവസാനത്തിനുള്ളിൽ അല്ലെങ്കിൽ മാസ അവസാനത്തിൽ ഡെലിവറിക്ക് ഏത് സമയത്തും ഈ എൻജിൻസ് അവൈലബിൾ ആക്കി മാറ്റുകയുമാണ് ചെയ്യുന്നത്. വാട്ട് ഷുഡ് ഹിസ് ഇൻവെൻ്ററി ലെവൽ ബി അറ്റ് ദ ബിഗിനിങ് ഓഫ് ഈച്ച് മന്ത്. ഓരോ മാസത്തിൻ്റെയും ബിഗിനിങ്ങിൽ അദ്ദേഹത്തിൻ്റെ ഇൻവെൻ്ററി ലെവൽ എന്താണെന്ന് കണ്ടെത്താനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ നമുക്ക് നോക്കാം.
സൊല്യൂഷനിൽ പറയുന്നത് ആദ്യം ക്യാരിയിങ് കോസ്റ്റ് അല്ലെങ്കിൽ CH എന്ന് പറഞ്ഞാൽ എത്രയാണ്? ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത് 32 പെർ മന്താണ്. ഒരു മാസത്തിൽ 32 രൂപയാണ് ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. CH പെർ ഡേ എന്ന് പറയുന്നതോ, അപ്പോൾ പെർ ഡേ എത്രയാവും? 32/30 32/30 ആകുമ്പോൾ 1.07 എന്ന ആൻസർ കിട്ടും. ഇനി ഷോർട്ടേജ് കോസ്റ്റ് എന്നുള്ളത് 20 ആണ്. ഡിമാൻഡ് എന്നുള്ളത് 25 എൻജിൻസ് പെർ ഡേ ആണ്. ഒരു ദിവസത്തിൽ 25 എൻജിനാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ടി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ടൈം എന്ന് പറയുന്നത് 1 മന്ത് അല്ലെങ്കിൽ 30 ഡേയ്സ് ആണ്. ഇനി നമ്മൾ ജസ്റ്റ് ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്യാം. എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്? വാട്ട് ഷുഡ് ഹിസ് ഇൻവെൻറ്ററി ലെവൽ ബി അറ്റ് ദ ബിഗിനിങ് ഓഫ് ഈച്ച് മന്ത്. ഓരോ മാസത്തിൻ്റെ ബിഗിനിങ്ങിൽ അയാളുടെ ഇൻവെൻറ്ററി ലെവൽ എന്തായിരിക്കും എന്നുള്ളത് കണ്ടെത്താനാണ് പറഞ്ഞത്. അപ്പോൾ Q1 ഈസ് ഈക്വൽ ടു ഫോർമുല എന്താണ്? D2 ഇൻറ്റു CS ഡിവൈഡഡ് ബൈ CH പ്ലസ് CS. അതായത് DT എന്ന് പറഞ്ഞാൽ 25 ഡിമാൻഡ്, ഇൻറ്റു T എന്ന് പറഞ്ഞാൽ 30 ഇൻറ്റു ബ്രാക്കറ്റിൽ 20, CS എന്ന് പറഞ്ഞാൽ 20 ഡിവൈഡഡ് ബൈ CH പ്ലസ് CS 20 പ്ലസ് 1.07. അപ്പോൾ നമുക്ക് 750 ഇൻറ്റു 0.949 712 എൻജിനായിരിക്കും അദ്ദേഹത്തിൻ്റെ ഇൻവെൻറ്ററി ലെവൽ എന്ന് പറയുന്നത്. ഇൻവെൻറ്ററി ലെവലായിട്ട് ഓരോ മാസവും 712 എൻജിൻ ഇൻവെൻറ്ററി ലെവലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. ഹിസ് ഇൻവെൻറ്ററി ലെവൽ ബി അറ്റ് ദ ബിഗിനിങ് ഓഫ് ഈച്ച് മന്ത്. ഓരോ മന്തിൻ്റെയും ബിഗിനിങ്ങിൽ ഇൻവെൻറ്ററി ലെവൽ എന്നുള്ളത് 712 എൻജിൻ ആയിരിക്കും. അതാണ് ഇല്ലുസ്ട്രേഷൻ 16 പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ഭാഗം പറയുന്നത് പ്രോബ്ലം ഓഫ് EOQ വിത്ത് ഫൈനൈറ്റ് റീപ്ലനിഷ്മെൻറ്റ്. ഫൈനൈറ്റ് റീപ്ലനിഷ്മെൻറ്റ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയുടെ പ്രോബ്ലമാണ് പറയുന്നത്. ഫൈനൈറ്റ് റീപ്ലനിഷ്മെൻറ്റ് പറഞ്ഞാൽ കൃത്യസമയത്ത്, ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ കൃത്യമായ സമയത്ത് റീപ്ലനിഷ്മെൻറ്റ് നടക്കുക. പ്രൊഡക്ഷന് കൃത്യമായ സമയത്ത് റീപ്ലനിഷ്മെൻറ്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയുടെ പ്രോബ്ലം. ഇൻ ദിസ് കേസ് ദ അസംഷൻസ് ആർ സെയിം ആസ് ഇൻ ദ കേസ് ഓഫ് വൺ എക്സെപ്റ്റ് ദാറ്റ് ദ റീപ്ലനിഷ്മെൻറ്റ് ഓഫ് ഇൻവെൻറ്ററി ഈസ് ഫൈനൈറ്റ് സേ P യൂണിറ്റ്സ് പെർ യൂണിറ്റ് ഓഫ് ടൈം. അതായത് ഇൻവെൻറ്ററിയുടെ റീപ്ലനിഷ്മെൻറ്റ് എന്നുള്ളത് ഫൈനൈറ്റ് ആണ്, P യൂണിറ്റ്സ് ആണ് പെർ യൂണിറ്റ് ഓഫ് ടൈം. ഒരു യൂണിറ്റ് ഓഫ് ടൈമിൽ P യൂണിറ്റ് ആണെന്നുള്ളതാണ് അതിൻ്റെ അസംഷനായിട്ട് പറയുന്നത്. വി ക്യാൻ അസ്യൂം ദാറ്റ് ഈച്ച് പ്രൊഡക്ഷൻ റൺ ഓഫ് ലെങ്ത് T കൺസിസ്റ്റ് ഓഫ് 2 പാർട്സ്. ലെങ്ത് Tയുടെ ഓരോ പ്രൊഡക്ഷൻ റണ്ണിനും 2 പാർട്സ് വരുന്നുണ്ട്, സച്ച് ആസ് T1 ആൻഡ് T2. T1 എന്നും T2 എന്നും. അതായത് ഈച്ച് പ്രൊഡക്ഷൻ റൺ ഓഫ് ലെങ്ത് Tയുടെ ഓരോ പ്രൊഡക്ഷൻ റണ്ണിലും 2 പാർട്സുകൾ വരുന്നുണ്ട്, T1 ഉം T2. T1 ക്യാൻ ബി ഫർദർ ഡിവൈഡഡ് ആസ് T11 ആൻഡ് T12. T1നെ നമ്മൾ T11 എന്നും T12 എന്നും, T2 ക്യാൻ ബി ഡിവൈഡഡ് ആസ് T21 ആൻഡ് T22 എന്നും നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ പറയുന്നത് ഇൻവെൻറ്ററി ഈസ് മെയ്ഡ് അറ്റ് എ കോൺസ്റ്റൻറ്റ് റേറ്റ് ഓഫ്. ഇൻവെൻറ്ററി എന്നുള്ളത് മെയ്ഡ് ചെയ്യുന്നത് കോൺസ്റ്റൻറ്റ് റേറ്റിലാണ്. അതിനെ P-D എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. യൂണിറ്റ്സ് പെർ യൂണിറ്റ് ഓഫ് ടൈം ഡ്യൂറിങ് T11. നോ റീപ്ലനിഷ്മെൻറ്റ് ഡ്യൂറിങ് ടൈം T12 ആൻഡ് ഇൻവെൻറ്ററി ഈസ് റെഡ്യൂസിങ് അറ്റ് ദ റേറ്റ് ഓഫ് D പെർ യൂണിറ്റ് ഓഫ് ടൈം. ഷോർട്ടേജ് ഈസ് മെയ്ഡ് അറ്റ് എ കോൺസ്റ്റൻറ്റ് റേറ്റ് D പെർ യൂണിറ്റ് ഓഫ് ടൈം ഡ്യൂറിങ് T21. T21 ഷോർട്ടേജ് എന്നുള്ളത് മെയ്ഡ് ചെയ്യുന്നത് കോൺസ്റ്റൻറ്റ് റേറ്റിലാണ്, D പെർ യൂണിറ്റ് ഓഫ് ടൈം. പെർ യൂണിറ്റ് ഓഫ് ടൈമിൽ D ആയിരിക്കും. ഷോർട്ടേജസ് ആർ ഫിൽഡ് ഇമ്മീഡിയറ്റ്ലി അറ്റ് ദ റേറ്റ് ഓഫ് P-D യൂണിറ്റ്. P-D യൂണിറ്റിലാണ് ഷോർട്ടേജസ് എന്നുള്ളത് ഫിൽ ചെയ്യുന്നത് പെർ യൂണിറ്റ് ഓഫ് ടൈം ഡ്യൂറിങ് T22. അതായത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഫോർമുല, ഇതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല, ഇതിൻ്റെ ഫോർമുല നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. ഫോർമുല നോക്കി വെക്കാം. ഒപ്റ്റിമം പ്രൊഡക്ഷൻ ലോട്ട് സൈസ് അല്ലെങ്കിൽ Q കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല, അതായത് ഫൈനൈറ്റ് റീപ്ലനിഷ്മെൻ്റ് ആകുന്ന സമയത്ത് ഒപ്റ്റിമം പ്രൊഡക്ഷൻ പ്ലോട്ട് സൈസ് കാൽക്കുലേറ്റ് അല്ലെങ്കിൽ Q കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2CO ഇൻറ്റു CH പ്ലസ് CS ഡിവൈഡഡ് ബൈ CH ഇൻറ്റു CS ഇൻറ്റു റൂട്ട് ഓഫ് PD ഡിവൈഡഡ് ബൈ P-D. അതായത് റൂട്ട് ഓഫ് 2CO ഇൻറ്റു CH പ്ലസ് CS ഡിവൈഡഡ് ബൈ CH ഇൻറ്റു CS ഇൻറ്റു റൂട്ട് ഓഫ് PD ഡിവൈഡഡ് ബൈ P-D. ഒപ്റ്റിമം ലെവൽ ഓഫ് ഷോർട്ടേജ് Q2 ഈസ് ഈക്വൽ ടു Q ഇൻറ്റു 1 - D ബൈ P ഇൻറ്റു CH ഡിവൈഡഡ് ബൈ CH പ്ലസ് CS. അതാണ് ഒപ്റ്റിമം ലെവൽ ഓഫ് ഷോർട്ടേജ് Q2 കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2DCO CH ഡിവൈഡഡ് ബൈ CH പ്ലസ് CS ഇൻറ്റു CS ഇൻറ്റു റൂട്ട് ഓഫ് P-D ഡിവൈഡഡ് ബൈ P. പ്രൊഡക്ഷൻ സൈക്കിൾ ടൈം T ഈസ് ഈക്വൽ ടു, പ്രൊഡക്ഷൻ സൈക്കിൾ ടൈം അല്ലെങ്കിൽ T എന്ന് പറഞ്ഞാൽ Q ഡിവൈഡഡ് ബൈ D ആണ്. Q ഡിവൈഡഡ് ബൈ D എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 2CO ഇൻറ്റു CH പ്ലസ് CS
divided by CH into CS into root of P divided by D into P minus D. Maximum inventory level Q1 is equal to P minus D divided by P into Q minus Q2. That is equal to root of 2CS CO divided by CH into CH plus CS into root of D into 1 minus D by P. ടോട്ടൽ മിനിമം പ്രൊഡക്ഷൻ ഇൻവെൻ്ററി കോസ്റ്റ് ഇസ് ഈക്വൽ ടു, അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 2CO ഇൻറ്റു CH പ്ലസ് CS ഡിവൈഡഡ് ബൈ CH ഇൻറ്റു CS ഇൻറ്റു റൂട്ട് ഓഫ് P ഡിവൈഡഡ് ബൈ D ഇൻറ്റു P മൈനസ് D. അതാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ഫൈനൈറ്റ് റീപ്ലനിഷ്മെൻറ്റ് വരുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ് ഇപ്പോൾ ഈ പറഞ്ഞതെല്ലാം. ഇനി നമ്മൾ ഇല്ലൂസ്ട്രേഷൻ 17 എന്നൊരു കാര്യം കൂടി നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നോക്കാം. ഇല്ലൂസ്ട്രേഷൻ 17 നോക്കാം. ദ ഡിമാൻഡ് ഫോർ എൻ ഐറ്റം ഇൻ എ കമ്പനി ഈസ് 9000 യൂണിറ്റ്സ് പെർ ഇയർ. അതായത് ഒരു കമ്പനിയിൽ ഒരു ഐറ്റത്തിൻ്റെ ഡിമാൻഡ് എന്നുള്ളത് 9000 യൂണിറ്റാണ് ഒരു വർഷത്തിൽ വരുന്നത്. ആൻഡ് ദ കമ്പനി ക്യാൻ പ്രൊഡ്യൂസ് ദ ഐറ്റംസ് അറ്റ് എ റേറ്റ് ഓഫ് 1500 പെർ മന്ത്. കമ്പനിക്ക് 1500 രൂപ പെർ മന്തിൽ എന്ത് ചെയ്യാം, ഐറ്റം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ദ കോസ്റ്റ് ഓഫ് വൺ സെറ്റപ്പ് ഈസ് ₹250. സെറ്റപ്പ് കോസ്റ്റ് എന്നുള്ളത് 250 അതേപോലെ തന്നെ ആൻഡ് ദ ഹോൾഡിംഗ് കോസ്റ്റ് ഓഫ് 1 മന്ത് ഈസ് 8 പൈസ. അതായത് ഒരു മാസത്തിലുള്ള ഹോൾഡിംഗ് കോസ്റ്റ് എന്നുള്ളത് 8 പൈസയാണ്. ദ ഷോർട്ടേജ് കോസ്റ്റ് ഓഫ് 1 യൂണിറ്റ് ഈസ് ₹10 പെർ മന്ത്. ഒരു യൂണിറ്റിൻ്റെ ഷോർട്ടേജ് കോസ്റ്റ് എന്നുള്ളത് 10 രൂപയാണ് പെർ മന്തിൽ വരുന്നത്. ഇനി നമ്മളോട് എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്, ഡിറ്റർമിൻ ഓപ്റ്റിമം പ്രൊഡക്ഷൻ ബാച്ച് ക്വാണ്ടിറ്റി ആൻഡ് ദ നമ്പർ ഓഫ് സ്ട്രാറ്റജീസ്. ഒപ്റ്റിമം ആയിട്ടുള്ള പ്രൊഡക്ഷൻ ബാച്ച് ക്വാണ്ടിറ്റിയും നമ്പർ ഓഫ് സ്ട്രാറ്റജീസും കാൽക്കുലേറ്റ് ചെയ്യണം. ഒപ്റ്റിമം സൈക്കിൾ ടൈം ആൻഡ് പ്രൊഡക്ഷൻ ടൈം, ഒപ്റ്റിമം സൈക്കിൾ ടൈമും പ്രൊഡക്ഷൻ ടൈമും കാൽക്കുലേറ്റ് ചെയ്യണം. മാക്സിമം ഇൻവെൻ്ററി ലെവൽ ഇൻ ദ സൈക്കിളിൽ വരുന്ന മാക്സിമം ഇൻവെൻ്ററി ലെവൽ കാൽക്കുലേറ്റ് ചെയ്യണം. ആൻഡ് ദ ടോട്ടൽ അസോസിയേറ്റഡ് കോസ്റ്റ് പെർ ഇയർ ഇഫ് ദ കോസ്റ്റ് ഓഫ് എൻ ഐറ്റം ഈസ് ₹10 പെർ യൂണിറ്റ്. ഒരു ഐറ്റത്തിൻ്റെ കോസ്റ്റ് എന്നുള്ളത് ₹10 ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ അസോസിയേറ്റഡ് കോസ്റ്റ് പെർ ഇയറും കാൽക്കുലേറ്റ് ചെയ്യണം. ദ ടോട്ടൽ അസോസിയേറ്റഡ് കോസ്റ്റ് പെർ ഇയർ ഇഫ് ദ കോസ്റ്റ് ഓഫ് എൻ ഐറ്റം ഈസ് ₹10 പെർ യൂണിറ്റ്. ഒരു ഐറ്റത്തിൻ്റെ കോസ്റ്റ് എന്നുള്ളത് ₹10 ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ അസോസിയേറ്റഡ് കോസ്റ്റ് പെർ ഇയറും കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് എന്തൊക്കെ തന്നിരിക്കുന്നത്, ഡിമാൻഡ് എന്നുള്ളത് 9000 യൂണിറ്റാണ്. ഐറ്റം പ്രൊഡ്യൂസ് ചെയ്യുന്ന റേറ്റ് എന്നുള്ളത് 1500 പെർ മന്താണ്. സെറ്റപ്പ് കോസ്റ്റ് എന്നുള്ളത് 250. ഹോൾഡിംഗ് കോസ്റ്റ് ഓഫ് 1 മന്ത് എന്നുള്ളത് 8 പൈസയാണ്. ഷോർട്ടേജ് കോസ്റ്റ് ഓഫ് 1 യൂണിറ്റ് എന്നുള്ളത് ₹10 ഇനി നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലേക്ക് അപ്ലൈ ചെയ്യാം. സൊല്യൂഷൻ ചെയ്യുന്ന സമയത്ത് CS അല്ലെങ്കിൽ ഷോർട്ടേജ് കോസ്റ്റ് എന്നുള്ളത് എത്രയാണ്, ₹10 പെർ മന്താണ്. CH അല്ലെങ്കിൽ ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത് 0.08 പെർ മന്ത്, 8 പൈസ എന്ന് പറയുമ്പോൾ 0.08 പെർ മന്ത്. CO അല്ലെങ്കിൽ ഓർഡറിങ് കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സെറ്റപ്പ് കോസ്റ്റ് എന്ന് പറയുന്നത് 250 ആണ്, ₹250. പർച്ചേസ് കോസ്റ്റ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് 1500 യൂണിറ്റ് പെർ മന്ത്. D അല്ലെങ്കിൽ ഡിമാൻഡ് എന്ന് പറയുന്നത് 9000 പെർ ഇയർ അല്ലെങ്കിൽ 750 യൂണിറ്റ്സ് പെർ മന്ത് അങ്ങനെയാകാം. ഒരു മാസത്തിൽ 750 യൂണിറ്റ് എന്നോ അല്ലെങ്കിൽ 9000 പെർ ഇയർ എന്നോ നമുക്ക് സൂചിപ്പിക്കാം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കൊണ്ടുവരിക ചെയ്യുന്നത്. ഒപ്റ്റിമം പ്രൊഡക്ഷൻ ബാച്ച് ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു, ഒപ്റ്റിമം പ്രൊഡക്ഷൻ ബാച്ച് ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല Q ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2CO ഇൻറ്റു CH പ്ലസ് CS ഡിവൈഡ് ബൈ CH ഇൻറ്റു CS. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, ഇൻറ്റു റൂട്ട് ഓഫ് PD ഡിവൈഡ് ബൈ P മൈനസ് D ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് റൂട്ട് ഓഫ് 2 ഇൻറ്റു 250 ഇൻറ്റു 0.08 പ്ലസ് 10 ഡിവൈഡഡ് ബൈ 0.08 ഇൻറ്റു 10 ഇൻറ്റു റൂട്ട് ഓഫ് 750 ഇൻറ്റു 1500 ഡിവൈഡഡ് ബൈ 1500 മൈനസ് 750. അപ്പോൾ നമുക്ക് 79.37 ഇൻറ്റു 38.73 3074 യൂണിറ്റ് എന്നുള്ളത് നമുക്ക് ഒപ്റ്റിമം പ്രൊഡക്ഷൻ ബാച്ച് ക്വാണ്ടിറ്റി ആയിട്ട് അല്ലെങ്കിൽ Q ആയിട്ട് നമുക്ക് കിട്ടും. ഇനി നമ്പർ ഓഫ് ഷോർട്ടേജസ് അല്ലെങ്കിൽ Q2 എന്ന് പറയുന്നത് എങ്ങനെയാണ്, Q ഇൻറ്റു 1 മൈനസ് D ബൈ P ഇൻറ്റു CH ഡിവൈഡ് ബൈ CH പ്ലസ് CS.
അതായത് 3074 ഇൻറ്റു 1 മൈനസ് 750 ഡിവൈഡഡ് ബൈ 1500 ഇൻറ്റു 0.08 ഡിവൈഡഡ് ബൈ 0.08 പ്ലസ് 10. ഇപ്പോൾ 12 യൂണിറ്റ് എന്ന് നമുക്ക് കിട്ടും. 12 യൂണിറ്റ് എന്ന് നമുക്ക് കിട്ടും. ഇനി ഒപ്റ്റിമം പ്രൊഡക്ഷൻ ടൈം എന്ന് പറയുന്നതോ Q ഡിവൈഡഡ് ബൈ P 3074 ഡിവൈഡഡ് ബൈ 1500. അപ്പോൾ നമുക്ക് 2 മാസം എന്ന ആൻസർ കിട്ടും. ഇനി ഒപ്റ്റിമം സൈക്കിൾ ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ Q ഡിവൈഡഡ് ബൈ D 3074 ഡിവൈഡഡ് ബൈ 750 4 മന്ത് എന്ന് കിട്ടും. ഇനി മാക്സിമം ഇൻവെൻ്ററി ലെവൽ അല്ലെങ്കിൽ Q1 കാൽക്കുലേറ്റ് ചെയ്യാൻ P മൈനസ് D ഡിവൈഡഡ് ബൈ P Q മൈനസ് Q2. അപ്പോൾ 1500 മൈനസ് 750 ഡിവൈഡ് ബൈ 1500 ഇൻറ്റു 3074 മൈനസ് 12. അപ്പോൾ നമുക്ക് 1525 യൂണിറ്റ് എന്ന് കിട്ടും. ഇനി ടോട്ടൽ അസോസിയേറ്റഡ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ₹10 ഇൻറ്റു 1525. അപ്പോൾ നമുക്ക് 15250 എന്ന ആൻസർ കിട്ടും. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുക. അപ്പോൾ ഇല്ലുസ്ട്രേഷൻ 17 നമുക്ക് ആദ്യം ഒപ്റ്റിമം പ്രൊഡക്ഷൻ ബാച്ച് ക്വാണ്ടിറ്റി കിട്ടി 3074 യൂണിറ്റ്. ഒപ്റ്റിമം പ്രൊഡക്ഷൻ ടൈം കിട്ടി. നമ്പർ ഓഫ് ഷോർട്ടേജസ് Q2 12 യൂണിറ്റ് എന്ന് കിട്ടി. ഒപ്റ്റിമം പ്രൊഡക്ഷൻ ടൈം 2 മന്ത് എന്ന് കിട്ടി. ഒപ്റ്റിമം സൈക്കിൾ ടൈം 4 മാസം എന്ന് കിട്ടി. മാക്സിമം ഇൻവെൻ്ററി ലെവൽ 1525 യൂണിറ്റ് എന്ന് കിട്ടി. ടോട്ടൽ അസോസിയേറ്റഡ് കോസ്റ്റ് 15250 എന്നും ആൻസർ കിട്ടും. ഇത്രയാണ് ആ ഒരു 2 പ്രോബ്ലം പറയുന്നത്. ഇല്ലുസ്ട്രേഷൻ 16 അതേപോലെ തന്നെ ഇല്ലുസ്ട്രേഷൻ 17. ഓക്കെ, എല്ലാവരും ഈ ഭാഗത്തിൻ്റെ വീഡിയോ ത്രൂ ഔട്ട് കാണുക. താങ്ക് യു.